ഒരു നാട് ഇല്ലാതാവുകയാണ്. ഞെട്ടിയല്ലേ? എങ്ങനെയാണ് ഒരു നാട് ഇല്ലാതാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. വേദനകളുടെ, യാതനകളുടെ ഒരു വലിയ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു നാട് കടൽ കൊണ്ടുപോയിരിക്കുകയാണ്. കടൽ ഒരു നാടിനെ കൊണ്ടുപോയപ്പോൾ ആ നാട്ടിലെ ഒരുപാട് ജീവിതങ്ങളെയാണ് വഴിയാധാരമാക്കിയിട്ടുള്ളത്. ഒരുപാട് വീടുകളാണ് കടൽ കൊണ്ടുപോയിട്ടുള്ളത്. വീട് നഷ്ടപ്പെട്ടവർ ഇപ്പോൾ ആകെ വലിയ വിഷമത്തിലാണ്. പലരും ഇന്ന് വാടക വീട്ടിലാണ് നിലവിലുള്ളത്. എന്തു ചെയ്യണമെന്നറിയാതെ, ആരോട് ചോദിക്കണമെന്നറിയാതെ, ആര് രക്ഷിക്കുമെന്നറിയാതെ അവരൊക്കെ ആശങ്കയുടെ മുൾമുനയിലാണ്. നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പം വേറെ ആൾ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നു. വാടക കൊടുക്കാൻ പൈസയില്ല, അരി എടുക്കാൻ പൈസയില്ല, മുളക പുളിയ ഒരു കൊന്നോ ഇല്ല. എങ്ങനെ പോകുന്നു അതേപോലെ പോട്ട് നടത്തിയിട്ട് അവരെടുത്ത് ചോദിച്ചു അപ്പ അനുവദിച്ചിട്ട കമ്പൗണ്ട് കെട്ടിട്ട് എന്തിനു മരിക്കുമ്പോ പോകുമ്പോ ഈ കടൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അതും സ്ഥലം മരിക്കുമ്പോ പോകുമ്പോ കൊണ്ടുപോകാനാ. ഇപ്പൊ ഞങ്ങൾക്ക് എന്തുമില്ല, എല്ലാം പോയി. ഞങ്ങളെ ജീവിതം എല്ലാം പോയി. ഒന്നുമില്ല പറയാൻ. എന്തെന്നല്ലെങ്കിൽ എല്ലാം തീർന്നു. ഇത് നമുക്കെന്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്നു. അന്ന് ഈ വീട് ഞാൻ കണ്ടിട്ട് പോയതാണ്. അതായത് കൃത്യം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരു പരിഹാരവും കാണാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ഞങ്ങൾക്ക് ഈ പുൽമുട്ട് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ നാട് ഓർമ്മയുള്ള ഒരു നാട് മാത്രമായി പോകും. ഈ മൂസോടി എന്നൊരു നാട്, ഈ ഉപ്പള എന്നൊരു ഗ്രാമത്തിൽ നമ്മൾ ഈ മൂസോടി എന്നൊരു നാട് ഇനി വരും കാലങ്ങളിൽ ഈ കടൽ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഞങ്ങളിത് ഓർമ്മ കാലങ്ങളിൽ മാത്രം ഒരു പറയുന്നൊരു വാക്കായി മാറുമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അറിയിപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. കടൽ ഏകദേശം ഈ വീട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഈ വീട് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഈ വിഷയമൊക്കെ അധികാരികളെയൊക്കെ നിങ്ങൾ ധരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എല്ലാം എഴുതി പിടിച്ച് കൊടുത്ത് എല്ലാം എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 10 കൊല്ലം മുമ്പ് ഇവിടെ വീടെടുത്തതാണ്. 10 കൊല്ലം ഞങ്ങൾ മുമ്പ് വീടെടുക്കുമ്പോൾ 1.5 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നു കടൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഈ കല്ല് ഇവിടെ ദക്ക തുടങ്ങി. ഈ ദക്ക ആറ് തുടങ്ങിയില്ലേ? ആ തുടങ്ങിയതിലൂടെ ഇങ്ങനെ കല്ലിട്ട് കൊണ്ടുപോയാൽ ഇവിടുന്ന് വെള്ളം പോയിട്ട് ഇങ്ങനെ അടിച്ച് അത് തിരിച്ചു വരാം. ആ തിരിച്ചു വന്നിട്ട് അടിക്കുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ ഇവിടെക്കാം. ഇത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറേ അപ്പുറം ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം കുറേ അപ്പുറം ഉണ്ടായിരുന്നു. അങ്ങനെ 5 കൊല്ലം മുമ്പ് ഓരോന്ന് കൊല്ലമായിട്ട് അടിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തുമില്ല, എല്ലാം പോയി. ഞങ്ങളെ ജീവിതം എല്ലാം പോയി. ഒന്നുമില്ല പറയാൻ. എന്തെന്നല്ലെങ്കിൽ എല്ലാം തീർന്നു. ഇത് നമുക്കെന്തില്ല. ഓറ് പറയുന്നത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാം. അപ്പോൾ വേറെയോട് ചോദിക്കുമ്പോൾ പറയാം 10 ലക്ഷം തരുമ്പോൾ നിങ്ങൾ കാലാക്കിയിട്ട് പോകണം. ഇവർ പറയാം പൈസ ഇല്ല എന്ന് പറയുമ്പോൾ സ്ഥലം നയിക്കോ 3 സെൻസ് ഞങ്ങൾ പൈസ തരാം. ആ 10 ലക്ഷത്തിന് 3 ലക്ഷത്തിന് 3 സെൻസിൻ്റെ പൈസ കട്ടാക്കിയിട്ട് ബാക്കി അത് ഗന്തായിട്ട് തരും. ഘട്ടം ഘട്ടമായി. അത് ഒന്നിച്ച് കിട്ടൂല. ഇവർ ഇങ്ങനെ അൽപ്പിച്ചിട്ട് തരുന്നതിനാ തരണ്ട. ഇത് പോയപ്പോൾ അതും പോട്ടെ. ഈ 10 ഇന്ന് വാ നാളെ വാ എന്ന് കളിപ്പി നായ്ക്ക് തേങ്ങാപ്പൂളിടും പോലെ. നായ്ക്ക് തേങ്ങാപ്പൂളിടും പോലെ ഇന്ന് തരാം നാളെ തരാം ഇന്ന് തരാം നാളെ തരാം. അവരെ പിന്നാലെ പോകണം. പിന്നാലെ പോയിട്ടാകുമ്പോൾ ചിലപ്പോൾ കൈക്കൂലിയും കൊടുക്കേണ്ടി വരും. അറിഞ്ഞാ? അപ്പം ഞങ്ങൾക്കിപ്പോൾ എല്ലാം പോയി. ഇപ്പം ഇന്നിത് കിട്ടുന്ന 50 ലക്ഷത്തിന് പോരാവല. ഞങ്ങൾ നയിച്ചിട്ട് വാട്ടിൽ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാ. ഡിപ്പോസിറ്റ് കൊടുത്ത് വാട്ടിൽ കൊടുത്തിട്ട് പണിയെടുത്തിട്ടുണ്ടാക്കിയത്. ഞാൻ പമ്പയിലുണ്ടായി 4 മാസം പമ്പയിലിരുന്നു പണിയില്ലാതെ. വാട്ടിൽ ബന്ധാക്കിയിട്ട് വാടിക കയ്യിൽ നിന്ന് പോന്നു. പകുതി ബന്ധാക്കിയിട്ട് വന്നു. അതും വാടികേണ്ടത് തന്നെ. ഇവിടെ വന്ന് 1 മാസം ഞാൻ ഇവിടെ കൊറോണയിലിരുന്നു. ഞങ്ങൾക്ക് സൂക്കടിലായിരുന്നു. അവർ പോകാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ആർക്കും ബുദ്ധിമുട്ടാണ്ടാ ഞാൻ 1 മാസം കൂടുതലിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കടൽ ഓടിക്കാ. ഇനി എവിടെയൊക്കെ ഓടുന്നു? കബറിലൊക്കെ. ഈ കോവിഡിന് 6 മാസം മുമ്പ് ജില്ലാ കളക്ടർ സാറിന് ഞാൻ എൻ്റെ ഫോണിൽ മൊബൈലിൽ വേണം ചെക്കാക്കിയിട്ട് നോക്കിക്കോളൂ. ഞാൻ ജില്ലാ കളക്ടർ സാറിന് കോളാക്കിയിട്ട് ചോദിച്ചു, സാർ ഇങ്ങനെ സംഭവം ഈ പാവപ്പെട്ട ആൾക്കാരെല്ലാം എവിടെ പോയിട്ട് താമസിക്കുന്നു, റൂമിൻ്റെ വാടക കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ്റെ പൈസ കിട്ടുന്ന
അവർ മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ 10 ലക്ഷം അനുവദിച്ചതെങ്കിൽ സാർ ഒന്ന് ഇടപെട്ടിട്ട് അത് ശരിയാക്കി തരണം. അപ്പോൾ പറഞ്ഞ് നേരിട്ടിട്ട് വന്നിട്ട് സംസാരിക്കാം നമുക്കെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സാർ അത്രേ പറഞ്ഞിട്ടുള്ളൂ നേരിട്ടിട്ട്. അപ്പോൾ ആകുമ്പോൾ കോവിഡായി അതിനെ കൊണ്ട് പോകാനുള്ള അനുമതിയില്ല. മുസോടി കടപ്പുറത്ത് ഏകദേശം 18 വീടുകളെയാണ് കടൽ കൊണ്ടുപോയിരിക്കുന്നത്. 18 കുടുംബങ്ങളാണ് വഴിയാധാരമായി മാറിയിരിക്കുന്നത്. വാടക വീട്ടിൽ അവർ നിലവിൽ താമസിക്കുമ്പോൾ അവരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും. പരിഹാരം കാണേണ്ടത് അധികാരികൾ തന്നെയാണ്. ഈ പൊട്ടിക്കരിച്ചലിന് ചിരിക്കുന്ന ഉത്തരം നൽകി ഇവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അധികാരികൾ തന്നെയാണ്. പക്ഷേ ഇവർക്ക് അധികാരികളോട് വലിയ താല്പര്യമില്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ സമീപനം തന്നെയാണ്. കളക്ടർ വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഈ പ്രാവശ്യം വന്നിട്ടില്ല കളക്ടർ. കഴിഞ്ഞ വർഷം വന്നിട്ട് കുറേ വാഗ്ദാനം തന്നിട്ട് പോയിന്. അടുത്ത വർഷം നിങ്ങൾക്ക് ഇവിടെ സേഫ് ആയിട്ടിരിക്കാം, ഞങ്ങൾ കടൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടില്ല. ആർബറിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇതേ കാര്യം ബോധിപ്പിക്കുമ്പോൾ പറഞ്ഞതെന്നറിയോ, സർക്കാരിൻ്റെ അടുത്ത് ഫണ്ടില്ല. ഇപ്പോൾ സർക്കാർ ഖജനാവ് കാല്, നാട്ടുകാർ നിങ്ങൾ എന്തെങ്കിലും ആക്കണം. ഞമ്മ എന്താക്കുന്നത് നാട്ടുകാർ? ഈ കളക്ടർ ഇങ്ങോട്ട് വരണ വേണ്ടേ? കളക്ടർ ഇങ്ങോട്ട് വരണം 100%. അതുകൊണ്ട് കളക്ടർ എന്താ വരാത്ത? കളക്ടർ ഇല്ലേ? ചോദിക്കുന്നതാണ്, ജനങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ കളക്ടർ ഇല്ലേ എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് പോലും കളക്ടർ ഈ പരിസരത്തേക്ക് വരുന്നില്ല എങ്കിൽ എന്ത് കളക്ടറാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കളക്ഷോഭം നടക്കുമ്പോൾ കളക്ടർ ഇതേ റോഡ് വഴി ആർബറിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിന്, തിരിച്ചു പോയിന്. ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ആയിനി. പക്ഷേ ആ കളക്ടർ ഇങ്ങോട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുറേ ഇതന്നെ വാഗ്ദാനം കഴിയുന്നില്ല. അത് വന്നാൽ തന്നെ വാക്ക് കൊണ്ടുള്ള ഒരു ഉപദേശം മാത്രമാണ്. നിങ്ങൾ ചെയ്തു തരാം എന്നൊരു ഉപദേശം മാത്രം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരാൾക്ക് പോലും ഇതിൻ്റെ പണം ഇതിൽ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വരും നാളുകളിൽ നമ്മൾ അടുത്ത വർഷമായാലും ഞങ്ങൾക്ക് ഈ പുൽമുട്ട് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങളെ ഈ നാട് ഓർമ്മയുള്ള ഒരു നാട് മാത്രമായി പോകും. ഈ മൂസോടി എന്നൊരു നാട്, ഈ ഉപ്പള എന്നൊരു ഗ്രാമത്തിൽ നമ്മളെ ഈ മൂസോടി എന്നൊരു നാട് ഇനി വരും കാലങ്ങളിൽ ഈ കടൽ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഞങ്ങളിത് ഓർമ്മ കാലങ്ങളിൽ മാത്രം പറയുന്നൊരു വാക്കായി മാറുമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അറിയിപ്പ്. മുസോടി കടപ്പുറത്തെ 18 വീടുകളാണ് കടല് പൂർണ്ണമായും കൊണ്ടുപോയിട്ടുള്ളത്. 18 വീടുകൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ 18 കുടുംബങ്ങളുടെ ജീവിതങ്ങളാണ് വഴിയാധാരമായിട്ടുള്ളത്. അവരൊക്കെ നിലവിൽ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവർ പ്രതീക്ഷയർപ്പിച്ചത് അധികാരികളിലാണ്. പക്ഷേ അധികാരികൾ വ്യക്തമായ പരിഹാരം കാണാൻ ഇതുവരെ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും നേരെ ചിരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. വ്യക്തമായ പരിഹാരം ഇനിയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുസോടി കടപ്പുറത്തെ ജനങ്ങൾ. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.